ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 4 വിവേകാനന്ദ സ്വാമികളുടെ മഹാസമാധി 1902 ജൂലൈ 4 കൽക്കട്ടയിൽ ബേലൂർ ആശ്രമത്തിൽ വെച്ചായിരുന്നു. സ്വാമിജിയെ, വിവേകാനന്ദ സ്വാമികളെ നമ്മൾ ഇന്ന് ഒരു ഏറ്റവും വലിയ ഈ സന്യാസ പാരമ്പര്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ ആധ്യാത്മികതയ്ക്ക് പാശ്ചാത്യ ലോകത്തിന് അത് യുക്തിഭദ്രം അവതരിപ്പിച്ച് പ്രശംസ നേടിയിട്ടുള്ള ഒരു സന്യാസി ശ്രേഷ്ഠൻ എന്ന നിലയിൽ നമ്മൾ ഇന്ന് സ്വാമിജിയെ ആരാധിക്കുന്നുണ്ട്. അതേസമയം വിവേകാനന്ദ സ്വാമികൾ എത്രമാത്രം കഠിനമായ പരീക്ഷണങ്ങളും വിമർശനങ്ങളും ഒക്കെ സ്വാമിജി എത്രമാത്രം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത്, അതാണ് സ്വാമിജിയുടെ ജീവിതത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഓരോരുത്തരെയും, അത് സന്യാസ മാർഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് എന്ന് മാത്രമല്ല, ഏത് നിലയിൽ ഏത് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അത് വലിയൊരു പ്രചോദനമാണ്. എത്രമാത്രം താൻ എതിർപ്പുകളെ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സ്വാമിജിയുടെ ജീവിതം നമുക്കറിയാം, വളരെ വളരെ ചെറിയൊരു കാലയളവാണ്. 1863 ജനുവരി 12 നമ്മൾ യൂത്ത് ഡേ ജനുവരി 12 ആഘോഷിക്കുന്നു. വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് ഡേ എന്നുള്ളത് ജനുവരി 12 തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1863 മുതൽ 1902 ജൂലൈ 4 വരെ എന്ന് പറയുമ്പോൾ വലിയൊരു കാലയളവല്ല ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ പരിഗണിക്കുന്ന സമയത്ത്. അത് സ്വാമിജിയുടെ കൂടെയുള്ള സ്വാമിജിയുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഭുവനേശ്വരി അമ്മയുടെ സന്താനങ്ങളൊക്കെ തന്നെ അല്പായുസ്സുകളായിരുന്നു എന്നുള്ളത് ഒരു വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഒരുപാട് ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പം വളരെ വളരെ വേദനാജനകമായിട്ടുള്ള സംഭവങ്ങളുടെ വലിയ ഒരു പരമ്പരയാണ് സ്വാമിജിയുടെ ഒരു ആ കുടുംബ ജീവിതം നോക്കുമ്പോൾ. അച്ഛൻ്റെ മരണശേഷം ഉണ്ടായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണത്. അതിൽ സ്വാമിജി തന്നെ വളരെ ഉള്ളിൽ തട്ടി അമ്മയെക്കുറിച്ച്, തൻ്റെ അമ്മയെക്കുറിച്ച് സ്മരിക്കുന്ന സമയത്ത് പറയേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മകൾ ആത്മഹത്യ ചെയ്യുന്നു. വിവേകാനന്ദ സ്വാമികളുടെ സിസ്റ്റർ, പെങ്ങള്. ഈ മകള് വീട്ടിൽ തന്നെ തൂങ്ങി മരിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിൻ്റെ ശരിയല്ലാത്ത ഒരു ജീവിതമാണ് അവരെ അങ്ങേയറ്റം നൈരാശ്യത്തിലേക്ക് പ്രേരിപ്പിച്ച് അവരെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവർക്കൊക്കെ അറിയുന്നതുമാണ്. അപ്പോൾ ആ അമ്മ എത്രമാത്രം അമ്മയ്ക്ക് വിഷമമുണ്ടാവും എന്നുള്ളതാണ്. സ്വാമിജി അനുസ്മരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ അമ്മ അവരെത്ര ത്യാഗപൂർണമായ ജീവിതമാണ് നയിച്ചത്. അവരുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള തീവ്രവും കഠിനങ്ങളുമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരംശം എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് സ്വാമിജി അമ്മയെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, ഈ മകള് ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇദ്ദേഹം വേറൊരു വിവാഹം കഴിക്കുന്നു, വേറൊരു കല്യാണം കഴിച്ചിട്ട്
ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീട്ടിലേക്കാണ് ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലേക്കാണ് ആ കല്യാണം കഴിച്ച ആ കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന സമയത്ത് ഈ അമ്മയാണ് അവരെ എന്താ പറയുക വീട്ടിലേക്ക് വരവേൽക്കുന്നത്. ആ റിസപ്ഷൻ കൊടുക്കുന്നത് ഈ അമ്മയാണ്. അപ്പോൾ അത് ചെയ്യേണ്ടി വന്നിട്ടുള്ള എൻ്റെ അമ്മയുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് സ്വാമിജി വളരെ വളരെ ഉള്ളിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്. പിന്നെ ഈ സ്വത്ത് സംബന്ധമായിട്ടുള്ള ഈ തർക്കങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, അത് സ്വാമിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാമിജി അതിൽ പല വിധത്തിൽ അതിൻ്റെ എന്താ പറയുക ഒഴിച്ചുകൂടാൻ പറ്റാതെ സ്വാമിജി അതിൻ്റെ ഭാഗവാക്കായി തീർന്നിട്ടുണ്ട്. ഈ വ്യവഹാരങ്ങളിലെല്ലാം, കോടതി വ്യവഹാരങ്ങളിലെല്ലാം തന്നെ. അത് സ്വാമിജിയുടെ ഈ മഹാസമാധിക്ക് ഏതാനും അതായത് ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് എല്ലാ വ്യവഹാരങ്ങളും അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നും സെറ്റിൽ ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നതും. ബേലൂർ ആശ്രമം തന്നെ വിൽക്കാൻ സ്വാമിജി ആലോചിച്ചിട്ടുണ്ട് ഈ വ്യവഹാരത്തിൻ്റെ ഇതിനൊക്കെ ഒരു തീർപ്പുണ്ടാക്കാൻ വേണ്ടി. എന്തിനു പറയുന്നു, അമേരിക്കയിൽ പോലും സ്വാമിജിയുടെ കൂടെ ഉണ്ടായിരുന്നു ഇത്. അമേരിക്കയിലും സ്വാമിജിക്ക് ഇതേപോലെ കേസും കൂട്ടവും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ അവിടെ പോയി കഴിഞ്ഞപ്പോൾ 1893 സംഭവം. അപ്പോൾ അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു സ്വാമിജി ഇതിന് ശേഷം. അപ്പോൾ സ്വാമിജിയുടെ ഈ ഒരു പ്രസംഗത്തിൻ്റെ ആളുകളെ ആകർഷിക്കുന്ന ആ വൈഭവത്തിൽ സ്വാമിജി സംസാരിക്കുന്ന വിഷയത്തിനോ ഈ ഒരു ഫിലോസഫിയെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ള നിലയിലല്ല സ്വാമിജിയെ ചില പ്രസംഗ കമ്പനിക്കാർ സമീപിക്കുന്നുണ്ട്. ഈ പ്രസംഗ കമ്പനിക്കാരോട് സ്വാമിജി വേണ്ടത്ര കരുതലൊന്നും കൂടാതെ സ്വാമിജി ഇവരെ സമ്മതിക്കുന്നുണ്ട്, കരാർ ഒപ്പുവെക്കുന്നുണ്ട്, ഇവർ വ്യവസ്ഥയുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സ്വാമിജിയെ ഇങ്ങനെ ഒരു പ്രസംഗ തൊഴിലാളിയെ പോലെ ആ വാക്ക് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്വാമിജി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എന്നെ അങ്ങനെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിട്രോയിറ്റിലെ ഒരു കമ്പനിയുമായിട്ട് സ്വാമിജിക്ക് കേസ് നടത്തേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സ്വാമിജി ഇങ്ങനെ ഇവർ സ്വാമിജിയെ ബുക്ക് ചെയ്ത് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് സ്വാമിജിക്ക് ഇങ്ങനെ യൂണിവേഴ്സിറ്റികളിലും പല സ്ഥലങ്ങളിലും പ്രസംഗങ്ങളാണ്. അതിൽ പല പല വിഷയങ്ങളും അവർ തന്നെ കൊടുക്കുന്നു. കാരണം ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ആധികാരികമായിട്ട് ആരൊക്കെ എന്തൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരു ട്വിസ്റ്റ് നടത്തിക്കൊണ്ട് അതിമനോഹരമായിട്ട് ഈ വിഷയം അവതരിപ്പിച്ച് സമർത്ഥിക്കാനുള്ള സ്വാമിജിയുടെ അപാരമായിട്ടുള്ള കഴിവിനെയാണ് അങ്ങേയറ്റം എല്ലാവരും ആകർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വാമിജി അവിടെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളെല്ലാം ടിക്കറ്റ് വെച്ചിട്ടുള്ളതായിരുന്നു. അതെല്ലാം തന്നെ വളരെ വേഗത്തിലാണ് ആ ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നത്. അതുകൊണ്ട് ഈ പ്രസംഗ കമ്പനിക്കാർ സ്വാമിജിയെ ചൂഷണം ചെയ്തു എന്ന് വേണം പറയാൻ. അത് സ്വാമിജി നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. സ്വാമിജി അത് എഴുത്തുകളിലൂടെ എഴുതുന്നുണ്ട്. അങ്ങനെ ഈ ഡിട്രോയിറ്റിലെ ഒരു കമ്പനിയായിട്ട് സ്വാമിജി അത് വേണ്ടാന്ന് വെക്കുന്ന, അപ്പം പിന്നെ അവർ കേസ് കൊടുക്കലും, പിന്നെ ആ കേസ് സ്വാമിജി പറയുന്നുണ്ട് ഞാൻ ഇതൊന്നും നടത്താൻ ആളല്ല എന്ന് പറയുമ്പം മറ്റ് സുഹൃത്തുക്കൾ സ്വാമിജിയെ അവിടെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ആളുകൾ അത് ഏറ്റെടുത്ത് ഞങ്ങളത് നടത്തിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെയും സ്വാമിജിക്ക് വ്യവഹാരം ഉണ്ടായിരുന്നു. അതേസമയം അവിടെ തന്നെ സ്വാമിജി ഈ പ്രസംഗത്തിന് കൂടുതൽ ആവശ്യകത ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നാണെങ്കിൽ സ്വാമിജിയുടെ ഓരോ പ്രസംഗങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഈ വേദാന്തത്തെക്കുറിച്ച് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഉപനിഷത്ത് ആശയങ്ങളാണ്. അതാണ് സ്വാമിജി എപ്പോഴും ഉദ്ഘോഷിക്കാറ്, സ്വാമിജി വളരെ ശക്തമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിവേകാനന്ദ സ്വാമികളുടെ വചനം പോലെ കഠോപനിഷത്തിലെ സ്വാമിജി പറയുന്ന, സ്വാമിജി എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാക്യം, അത് വിവേകാനന്ദ സ്വാമികളുടെ വാക്യമാണെന്ന് പോലും ലോകം തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ്, ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് കഠോപനിഷത്തിൽ യമധർമ്മൻ നചികേതസിന് ഉപദേശിക്കുന്ന ഉപദേശമാണ്, മന്ത്രമാണത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാര നിശിതം ദുരത്തെയ ദുർഗം പതസ്തത് കവയോ വദന്തി എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഉത്തിഷ്ഠത ജാഗ്രത,
എഴുന്നേൽക്കൂ, ഉണരൂ എന്നാണ്. ഉണർന്ന് എഴുന്നേൽക്കുക എന്നാണല്ലോ നമ്മൾ ഇതുവരെ സാധാരണ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്വാമിജിക്ക് ഈ വാക്യം ഏറ്റവും മനോഹരമായിട്ട്, ഉപനിഷത്തിലെ ഈ വാക്യം സ്വാമിജിയെ വല്ലാതെ ആകർഷിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഉത്തിഷ്ഠത ജാഗ്രത, ഉണരൂ, എഴുന്നേൽക്കുന്ന. കാരണം എഴുന്നേറ്റിട്ടും ഉണരാത്തവരാണ് നമ്മളിൽ ബഹുഭൂരിഭാഗം പേരും. അതുകൊണ്ട് എഴുന്നേറ്റിട്ടാണ് ഉണരേണ്ടത് എന്ന് പറയാം. കാരണം നമ്മൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ, ഉണർന്നിട്ടില്ല. അതുകൊണ്ട് ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളെ സമീപിക്കൂ എന്നാണ്. അന്ന് ശ്രേഷ്ഠന്മാരെ ഉപനിഷത്ത് പറയുന്നത് അങ്ങനെയാണ്. അവരെ സമീപിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയങ്ങളെ, ഉത്കൃഷ്ടമായിട്ടുള്ള ഉദാത്തമായ ആശയങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലൂ. ക്ഷുരസ്യധാര നിശിതം ദുരത്തെയ ദുർഗം പദസ്തത് കവയോ വദന്തി. കവയഃ വദന്തി, കവികൾ, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം. എങ്ങനെയാണ്? ക്ഷുരസ്യധാര നിശിതം ദുരത്തെയ. ഈ ക്ഷുരകൻ്റെ, ഒരു ബാർബറുടെ കത്തിയുടെ ആ കത്തിയുടെ തലയിലൂടെയുള്ള നടക്കുന്ന, അതിൻ്റെ മുകളിലൂടെ നടക്കുന്നത് പോലെയാണ് സത്യത്തിൻ്റെ മാർഗം. അങ്ങേയറ്റം പരുക്കനാണ് എന്ന് പറയും. അതുകൊണ്ട് ഇത് സ്വാമിജിയെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു. ആ കത്തിയുടെ വായ്ത്തലയുടെ മുകളിലൂടെ ഉള്ള നടപ്പ് തന്നെയായിരുന്നു. സന്യാസിയുടെ നടപ്പ് അങ്ങനെ തന്നെയായിരിക്കും. വായ്ത്തലയുടെ ഈ മൂർച്ചയുള്ള കത്തിയുടെ മുകളിലൂടെയുള്ള നടപ്പ് തന്നെയാണ്. അതാണ് എന്ന് മനസ്സിലാക്കിയാൽ വിഷമമില്ല. അല്ലാതെ നല്ല പൂമത്ത ഇട്ടതാണ്, പൂക്കളെ കൊണ്ട് അങ്ങനെ പരവതാനി നിറച്ചതാണ് സന്യാസിയുടെ മാർഗം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് സന്യാസത്തിൻ്റെ ആ പാരമ്പര്യം നമ്മൾ പഠിക്കാത്തതുകൊണ്ട്. അത് രാമകൃഷ്ണദേവൻ, ഈ എന്താ പറയുക, നാരായണ ഗുരുദേവൻ്റെ ആണെങ്കിലും ബുദ്ധൻ്റെ ആണെങ്കിലും ഇവരൊക്കെ തന്നെ, രാമകൃഷ്ണദേവൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും, ചിന്മയാനന്ദ സ്വാമികളുടെ ആണെങ്കിലും തപോവന സ്വാമികളുടെ ആണെങ്കിലും ഇവരൊക്കെ തന്നെ, ഇവരുടെയൊക്കെ നമ്മുടെ ജീവിതം പഠിക്കുന്ന സമയത്ത് ഏതൊരാളുടെയും സന്യാസമാർഗത്തിലേക്ക് അല്ലെങ്കിൽ അവർ ചരിക്കുന്ന മാർഗം എപ്പോഴും വളരെ തീക്ഷ്ണവും കാഠിന്യമാർന്നവും തന്നെയാണ്. അതുകൊണ്ട് സ്വാമിജി പറയുന്നത് എപ്പോഴും ഈ ഉത്തിഷ്ഠത ജാഗ്രത എന്നുള്ളത്, അത് സ്വാമിജിയുടെ വാക്കുപോലെ അത് ലോകം അങ്ങനെ മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്വാമിജിക്ക് ഏറ്റവും പ്രചോദനമായിട്ടുള്ള, സ്വാമിജി എപ്പോഴും ഉദ്ധരിക്കുന്ന ഉദ്ധരണിയാണ്, അത് സ്വാമിജിയുടെ ജീവിതം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു എന്താ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് സ്വാമിജിയുടെ ജീവിതം തന്നെയായിരുന്നു. സ്വാമിജി പറയാറുള്ളതാണ്, മുഹൂർത്തം ജ്വലിതം ശ്രേയഃ നതു ധൂമായിതം ചിരം എന്നുള്ളത്. മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ഒരു കാലയളവിനെയാണ് സംസ്കൃതത്തിൽ മുഹൂർത്തം എന്ന് പറയുന്നത്. നമ്മൾ ഈ താലി, ശരിക്കും പറഞ്ഞാൽ അതൊരു സൂചി ഒരു ഇലയിൽ കുത്തുമ്പം ആ സൂചി ഇലയ്ക്ക് പിറകിലേക്ക് വരാൻ എടുക്കുന്ന സമയം, അത്രയേ ഉള്ളൂ മുഹൂർത്തം. അതാണ് നമ്മൾ താലി കൊളുത്തിലിടുന്ന സമയം, മുഹൂർത്തം എന്ന് നമ്മൾ പറഞ്ഞു പോരും. നമ്മളെ സംബന്ധിച്ച് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ വിവാഹവുമായിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ പാല് കാച്ചുന്നത്, വീട്ടിൽ കയറുന്നത് എന്നൊക്കെ നല്ല സമയം എന്നുള്ളതാണ്, നല്ലത്, ശുഭകരം എന്നുള്ള ഒരു നിലയ്ക്കാണ്. പക്ഷെ മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ഷണിക മാത്രമായ ദൈർഘ്യത്തോട് കൂടിയിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ജ്വലിതം ശ്രേയഃ, നമ്മുടെ ജീവിതം വളരെ കുറഞ്ഞ കാലയളവാണ്. കാരണം നമുക്കറിയില്ല എന്നാണ് ഞാൻ മരിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതം വളരെ കുറഞ്ഞ കാലയളവാണ്, ഒരു മുഹൂർത്തമാണ്, വളരെ ക്ഷണിക മാത്രമായതാണ് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യമെങ്കിൽ അത് ജ്വലിതം ശ്രേയഃ, അത് ജ്വലിക്കുന്നതാണ്, കത്തുന്നതാണ് ഏറ്റവും ശ്രേയസ്കരം. നതു ധൂമായിതം ചിരം, മറിച്ച് പുകഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല എന്ന് പറയാം. ഇങ്ങനെ പുകഞ്ഞ് ജീവിക്കുന്നതിലും നല്ലത് കത്തി ജ്വലിക്കുന്നതാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും ഉദാഹരിക്കാറുള്ള ഒന്നാണ്. കാരണം സ്വാമിജിയുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. അതിൽ യാതൊരു നീക്കുപോക്കും ഉണ്ടായിട്ടുള്ളതല്ല. മഹാസമാധി വളരെ എല്ലാവരെ സംബന്ധിച്ചും അത് വളരെ വേദന ഉണ്ടാക്കുന്നതായിരുന്നു സ്വാമിജിയുടെ ആ മഹാസമാധി. കാരണം വളരെ ചെറുപ്പം, ഇനി ഇത്രയൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത്. പക്ഷേ എതിർപ്പുകൾ, പരിഹാസങ്ങൾ, അപവാദങ്ങൾ ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതായിരുന്നു. സ്വാമിജി വളരെ വേദനയോട് കൂടിയിട്ട് എന്നല്ല, സ്വാമിജി അങ്ങനെ എഴുതുന്നുണ്ട്. അതിൽ ഇവിടെ ഇന്ത്യയിലേക്ക്
എഴുത്തുകൾ എഴുതുന്ന സമയത്ത് ചില എഴുത്തുകളൊക്കെ സ്വാമിജിക്ക് അങ്ങോട്ടേക്ക് കത്ത് കവറിലിട്ട് അയച്ചു കൊടുക്കുകയും ഓരോരുത്തർ വിമർശിക്കുന്നതൊക്കെ ചിലർ വളരെ അടുപ്പമുള്ളവർ സ്വാമിജിയോടത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കത്തിന് സ്വാമിജി മേരി എന്ന് പറയുന്ന സ്വാമിജിക്ക് പ്രിയപ്പെട്ട അവർക്ക് എഴുതുന്നുണ്ട്. അപ്പം അതിൽ സ്വാമിജിയെ ഇന്ത്യയിൽ അന്ന് ഈ സ്വാമിജി അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ അമേരിക്കൻ സ്ത്രീകളോടൊപ്പം ഇങ്ങനെ എന്താ പറയുക, കാമാതുരനായിട്ട് നടക്കുകയാണ്, വ്യഭിചരിച്ചുകൊണ്ട് നടക്കുക തന്നെയാണ്. ആ വ്യഭിചാരത്തിൽ ആനന്ദം കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ തള്ളി നീക്കുന്നു. പിന്നെ അതിനു വേണ്ടിയിട്ട് ധനം സമ്പാദിക്കുന്നതിന് അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമയത്ത് സ്വാമിജിയെ വലിയ അംഗീകരിച്ചവർ സ്വാമിജിക്ക് നേരെ തിരിഞ്ഞ് ഇങ്ങനെ പ്രചരണം നടത്തുമ്പം അതിൽ വേദന പൂണ്ടിട്ട് സ്വാമിജിക്ക് ഈ എഴുത്തുകൾ അങ്ങോട്ട് കൈമാറുന്നുണ്ട്. അതിന് സ്വാമിജി കൊടുക്കുന്ന മറുപടികളുണ്ട്. അത് എന്താണ് ഇവരോട് ഞാൻ ഒരു വിശദീകരണത്തിന് എനിക്ക് മുന്നാകെ ഇവരോടൊരു വിശദീകരണം പറയാൻ ഞാൻ ആളല്ല. കാരണം അവർ അങ്ങനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ട് അവർക്ക് നല്ലത് വരട്ടെ എന്നാണ് പറയുന്നത്. എന്നിട്ട് മാത്രമല്ല, സ്വാമിജി പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെ അവിടെയുള്ളവരെക്കാൾ ഇവിടെയുള്ളവർക്ക് എന്നെ നന്നായി മനസ്സിലാവുന്നു, എന്നെ നന്നായി മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നു എന്ന് സ്വാമിജി എഴുതുന്നുണ്ട്. അതായത് അമേരിക്കയിലുള്ള ആളുകളെ പോലെ. കാരണം അതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പോൾ സ്വാമിജി ഒരു വീട്ടിൽ താമസിക്കുന്ന എത്രയോ വീടുകൾ സ്വാമിജിക്ക് വേണ്ടിയിട്ട് ട്രെയിനിൽ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ സ്വാമിജിയെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ താമസിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വാമിജിയെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് ഈ വേറൊരു ആൾ കൊടുത്ത എഴുത്ത് സ്വാമിജിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാമിജി എഴുത്ത് വായിച്ചു നോക്കുമ്പോൾ വേറൊരാൾ തന്നെ ഇന്നിവിടെയല്ല താമസം, ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നാണ് എഴുത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ സ്വാമിജി ഇങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് ഷെയ്വ് ചെയ്യാനുണ്ട്, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഏതായാലും ഇന്ന് ഇവിടുന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടുന്ന് പോകണം, അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ സ്വാമിജിയുടെ ഒരു മടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാഗ് തുറന്ന് സ്വാമിജിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുകയും ഇതെല്ലാം കഴിഞ്ഞാൽ തിരിച്ച് ബാഗിൻ്റെ ഉള്ളിൽ വെക്കുകയും ഈ കെട്ടുകൾ മുഴുവൻ അഴിച്ച് വീണ്ടും ഇതൊക്കെ ക്രമമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ച് ഓർക്കുമ്പം സ്വാമിജിക്ക് ഭയങ്കര ഒരു മടുപ്പ് തോന്നി. അപ്പോൾ സ്വാമിജി തന്നെ പറയുകയാണ്, ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ ആ സ്ത്രീ അത്ഭുതത്തോടു കൂടി ചോദിക്കുക. അതാണ് സ്വാമിജിക്ക് ഇങ്ങനെ പറയാനുള്ള കാരണം തോന്നുന്നുണ്ട്. കാരണം എന്നെ നന്നായി മനസ്സിലാക്കുന്നത് ഇവിടെ ഉള്ളവരാണ്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ്, സ്വാമിജി, അങ്ങ് ഈ സകല കെട്ടുകളും ഈ ഊരാക്കുടുക്കുകളും വളരെ അനായാസേന അഴിക്കുന്ന ഒരു ഗംഭീരനായിട്ടുള്ള ഒരാളാണ്. അങ്ങക്ക് ഏത് ഊരാക്കുടുക്കുകളും അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഇതായി കിടക്കുന്നതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിമനോഹരമായിട്ട് ആ കുരുക്കുകളൊക്കെ അഴിക്കാൻ മിടുക്കനായിട്ടുള്ള ഒരാളാണ്. അങ്ങേക്ക് ഈ 4 സാധനങ്ങൾ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വയ്ക്കുകയും അത് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത് ഏറ്റവും ഒരു ബുദ്ധിമുട്ടായ കാര്യമായി അങ്ങ് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ അവർ സ്വാമിജിയെ കൃത്യമായിട്ട് എന്താ പറയുക, അവർ മനസ്സിലാക്കുന്നതാണ് ഈ മനുഷ്യൻ എത്ര ഗംഭീരനാണ് എന്നുള്ളത്. അതുപോലെ എത്ര സത്യസന്ധനും നിസ്വാർത്ഥനുമാണ് എന്നുള്ളതൊക്കെ അതിനൊക്കെ ഒരുപാട്
ഉദാഹരണങ്ങളുണ്ട് അവിടുത്തെ സ്വാമിജിയുമായിട്ടുള്ള. നമുക്ക് തോന്നുന്നു സ്വാമിജിയുടെ ഏറ്റവും കൂടുതൽ ആരാണ് സ്വാമി വിവേകാനന്ദൻ എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ടെസ്ലയൊക്കെ സ്വാമിജിക്ക് ഏറ്റവും പ്രചോദനം ഉണ്ടായിട്ടുള്ള ആളാണ് ടെസ്ല. അമേരിക്കയിലെ കാർ നിർമ്മാണ കമ്പനിയുടെ അവർ ഇലക്ട്രിക്കൽ കാറിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ടെസ്ല അമേരിക്കയിലെ ടെസ്ല എന്ന് പറയുന്നത്. ഈ ടെസ്ലയും സ്വാമിജിയും ടെസ്ലയെ സ്വാമിജി അനുസ്മരിക്കുന്നുണ്ട് ഈ പറഞ്ഞ, കാരണം ഇവർ തമ്മിലുള്ള സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ യുക്തിഭദ്രമായിട്ട് വളരെ സയൻറ്റിഫിക് ആയിട്ട് ഈ ഫിലോസഫി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൽ അദ്ദേഹത്തിന് അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ അറിവും ഈ പാശ്ചാത്യ അറിവും കൂടെ സമന്വയിക്കേണ്ടത്, അതിൽ നിന്ന് നല്ല നല്ല പ്രോഡക്റ്റുകൾ, പല ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പം മനുഷ്യൻ എന്നുള്ള ഉൽപ്പന്നവും അതുപോലെ തന്നെ അവനാൽ നിർമ്മിക്കപ്പെടുന്ന മറ്റു ഉൽപ്പന്നങ്ങളും. അതാണല്ലോ ടാറ്റയുടെയൊക്കെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് വിവേകാനന്ദ സ്വാമികൾ തീരുന്നത്. ടാറ്റ മാത്രമല്ല, പലരും അങ്ങനെ ഒരുപാട് പേര് പ്രചോദനം ഉണ്ടായിട്ടുള്ള, അവരൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതേസമയം സ്വാമിജിയെ ഒരു വ്യഭിചരിക്കുന്നവനായിട്ടും അതുപോലെ ഒന്നിനും കൊള്ളാത്തവനും ഒക്കെ ആയിട്ട് ഇന്ത്യയിലുള്ള അക്കാലത്തെ കുറേ പൗരോഹിത്യത്തിൻ്റെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ആചാര സംരക്ഷകരെ എന്നൊക്കെ പറയുന്ന പോലത്തെ ആളുകൾ. കാരണം സ്വാമിജിയുടെ ഈ തലയിക്കെട്ടും ഈ വേഷവും ഈ പറഞ്ഞ സ്വാമിജി പോകുന്ന ഇടങ്ങൾ, ഇൻട്രാക്ട് ചെയ്യുന്നത്, അതൊന്നും ഒരു തരത്തിൽ ദഹിക്കാത്ത കുറേ ആചാരവാദികളുണ്ട്. അതുകൊണ്ടാണ് അവരാണ് സ്വാമിജിയെ നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്വാമിജിയുടെ ഈ 118 വർഷങ്ങൾക്ക് പിറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ഈ ദിവസം സ്വാമിജി സമാധിയായിട്ട് അതിൻ്റെ ഒരു അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി അന്നത്തെ ഒരു ജഡ്ജിനെ വിളിച്ച സമയത്ത് അദ്ദേഹം വളരെ അധിക്ഷേപ വാക്കുകളെ കൊണ്ടാണ് ആ സുഹൃത്തുക്കളെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളത്. കാരണം അവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദു രാജാവായിരുന്നു എങ്കിൽ അവിടെ ഇദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുമായിരുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ വിമർശനങ്ങൾ അങ്ങേയറ്റം ഈ പറഞ്ഞ ആചാര സംരക്ഷകരിൽ നിന്ന് സ്വാമിജി ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ സ്വാമിജി ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളത് സ്വാമിജി അവതരിപ്പിക്കുന്ന ആശയങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു മതത്തിൻ്റേതായിട്ട് തന്നെയാണ് അതവിടെ കണക്കാക്കുന്നത്. ഹിന്ദുമതം എന്നുള്ള നിലയിലാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന പാതിരിമാരുണ്ട്, ക്രിസ്ത്യൻ മിഷണറീസ്. അത് ശരിയായി മതം അറിയാത്ത പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് അന്നുണ്ട് ഇന്നും ഉണ്ട്. മതത്തിന് പോലും ഏറ്റവും എന്താ പറയുക, ഇവർ മതത്തിന് അവമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. ആ ആൾക്കാർ സ്വാമിജിയെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഓരോരോ എന്താ പറയുക വിമർശനങ്ങൾ തട്ടിപ്പാണ്, ഉഡായിപ്പാണെന്ന് പറയുന്ന വിധത്തിൽ അത്തരം വെല്ലുവിളികളൊക്കെ അവർ നടത്തും. അപ്പോൾ ആ വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ട ബാധ്യത സ്വാമിജിക്ക് ഉണ്ടാവുന്നുണ്ട്. സ്വാമിജി അത് പറയുന്നുണ്ട്, എനിക്കതില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സ്വാമിജിയുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ സ്വാമിജി പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന, അത് യുക്തിഭദ്രമാണെന്ന് ചിന്ത ചെയ്യുന്നവർ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുക. അത് ഈ പ്രസംഗ കമ്പനിക്കാർക്ക് ഇതൊരു വലിയ ആവേശമാണ്. അപ്പോൾ അതിന് മറുപടി പറയാൻ സ്വാമിജി വരും, അത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന് വളരെ നന്നായിട്ട് തന്നെ സ്വാമിജി അതിനെ ഗംഭീരമായിട്ട് അതിനെ ഇതാക്കുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻ മിഷണറിയിൽ ഏറ്റവും നല്ല അറിവുള്ള ആളുകൾ സ്വാമിജിയുടെ ഈ ഒരു നിലപാടിനെ അംഗീകരിക്കുന്നുണ്ട്, അവർ പ്രശംസിക്കുന്നുണ്ട്. അവർ മറ്റുള്ളവരോട് ഇത് നിങ്ങൾ ചെയ്യുന്നത് വെറും മണ്ടത്തരാണ്, അങ്ങനെ അത് ശരിയല്ല എന്ന് അവർ നിശിതമായിട്ട് അതിനെ വിമർശിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കേരളത്തിലും കാണുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ, അത് അന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാമിജി അവിടെ വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് താൻ അവതരിപ്പിക്കുന്ന ആശയങ്ങളെ മനസ്സിലാകാത്തവർ, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാവാത്തതുപോലെ നടിക്കുമ്പോൾ പിന്നെ തങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ, തങ്ങൾക്ക് ഇതേപോലൊരു ആശയം മുന്നിൽ വെക്കാനില്ല എന്നുള്ള പരാജയ ഭീതിയിൽ ഇതിനെ നിരാകരിക്കുന്ന ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഫൈറ്റാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ സ്വാമിജിക്ക് നേരിടേണ്ടി വന്നത് അതല്ല. സ്വാമിജി
അവമാനിക്കുന്ന വിധത്തിലുള്ള ഇത്തരം അമേരിക്കയിലെ സ്ത്രീകൾക്കൊപ്പം രമിക്കുകയാണ്, ഇയാൾ അതാണ് ഇതാണ്, ഈ മദ്യസൽക്കാരത്തിലും മറ്റും പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ നടക്കുന്നു എന്നൊക്കെയാണ്. കാരണം സ്വാമിജി അത്തരം സൽക്കാരങ്ങളിൽ സ്വാമിജി പങ്കെടുക്കുന്നുണ്ട്. ഇവൻ ഒരു സ്ഥലത്ത് സ്വാമിജി ഈ ഇങ്ങനെ അവിടെ സ്വാമിജിയുടെ പ്രസംഗത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു പാർട്ടി നടക്കുന്നു. അപ്പം അതിൽ മദ്യവും എല്ലാം ഉണ്ട്. അപ്പം സ്വാമിജി പെട്ടെന്ന് തന്നെയാണ് സ്വാമിജി അവിടെ ഒരു ഒറ്റപ്പെട്ടവനെ പോലെ ആവുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങ് തൊട്ട് മുമ്പ് നമുക്ക് തോന്നുന്നു പ്രസംഗം കഴിഞ്ഞിട്ടാണ്, അതെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഡിന്നറാണ്. അപ്പോൾ പറഞ്ഞു, ഈ തൊട്ട് മുമ്പ് അങ്ങ് എത്രമാത്രം വൈബ്രൻ്റ് ആയിട്ട് നിന്നൊരാളാണ്, ഇപ്പോൾ അങ്ങ് പെട്ടെന്നൊരു ഇതായല്ലോ, എന്താണത് എന്ന് ചോദിക്കും. അപ്പം അദ്ദേഹം പറയും, ഒന്നുമില്ല. കാരണം ആദ്യം സ്വാമിജി ഒന്ന് ചിരിക്കും, എന്നിട്ട് പറയും, നിങ്ങൾ സമാധിയിലേക്ക് പോയോ എന്ന് അവർ ചോദിക്കും. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനൊരു അന്തർമുഖനാണ്, ചിലപ്പോൾ എനിക്ക് അതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഈ സ്ത്രീ സ്വാമിജിയോട് വളരെ കൂളായിട്ട് പറയുകയാണ്, എനിക്ക് അങ്ങേക്കൊരു ഗ്ലാസ് മദ്യം തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല, എന്നോട് ക്ഷമിക്കണമെന്ന്. അപ്പോൾ സ്വാമിജി തിരിച്ചു പറയുന്നത്, എനിക്കത് തരാത്തതിൽ ഞാൻ നന്ദിയുള്ളവനാണെന്ന് പറഞ്ഞ് അങ്ങനെ കൗണ്ടർ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇത് കേട്ടിട്ട് വേറൊരാൾ ഒരു കപ്പ് കാപ്പി സ്വാമിജിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കാപ്പി മേടിച്ചിട്ട് സ്വാമിജി ഇവരുടെ അടുത്തെന്ന് പറയുന്നുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് നീങ്ങട്ടെ, എന്നെ ചിലർ കാത്തു നിൽക്കുന്നു അവിടെ, അവരോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സ്വാമിജിയുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്വാമിജി എഴുതുന്ന പലതും ഇതൊക്കെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഒരു അപ്പുറത്തുള്ള ഒന്നാണ്. ഈ കാപ്പിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സ്വാമിജി അത് ചുണ്ടിനോട് അടുപ്പിക്കുന്ന സമയത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് സ്വാമിജിക്ക് അമേരിക്കയിൽ നിഴൽ പോലെയാണ് രാമകൃഷ്ണദേവൻ മുന്നിൽ വരാറ്. പലപ്പോഴും വല്ലാത്ത ഘട്ടങ്ങളിൽ പലപ്പോഴും രാമകൃഷ്ണദേവൻ നിഴൽ പോലെ വരാറുണ്ട് എന്ന് സ്വാമിജി പറയാറുണ്ട്. ആ നിഴലിനോട് സംവദിക്കാറുണ്ട്, ആ നിഴൽ സ്വാമിജിക്ക് ഉപദേശങ്ങൾ നൽകാറുണ്ട് എന്ന്. നമുക്കത് യുക്തിയാണോ എന്ന് ചോദിച്ചാൽ അത് സ്വാമിജിയെ സംബന്ധിക്കുന്ന ഒന്നാണത്. അപ്പോൾ സ്വാമിജിയോട് പറയുന്നു അത്രേ, അത് നീ കുടിക്കരുത്, അത് നിന്നെ ട്രാപ്പിലാക്കാനുള്ളതാണ്, അത് വിഷമാണ്, അത് കഴിക്കാൻ നിന്നെ ഇല്ലായ്മ ചെയ്യാനുള്ളതാണത്, അത് കഴിക്കരുത്. അങ്ങനെ സ്വാമിജി അത് കൊണ്ടുപോയിട്ട് മറ്റ് കപ്പുകളുടെ ഇടയിലേക്ക് വെക്കുന്നുണ്ട്. ഇത് ശാരദാദേവിയെ സംബന്ധിച്ചും ശാരദാദേവി എപ്പോഴും പറയപ്പെടുന്ന ഒന്നാണ്. ഈ രാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമികളിൽ ലയിച്ചു എന്ന് വളരെ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അവർ. അതുപോലെ വിവേകാനന്ദ സ്വാമികളിലൂടെയാണ് രാമകൃഷ്ണദേവൻ സംസാരിക്കുക എന്ന് അവർ കാണുന്ന അവരുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഒരുപാട് സ്വാമിജിയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നമ്മുടെ ഇത് കാണുന്നത്, നമ്മൾ ആശ്രമത്തിൽ ഈ ഫിലോസഫി പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ലാഭം നമ്മൾ എണ്ണുന്നത്. അതിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞങ്ങളുടെ ആശ്രമത്തിൽ ഞങ്ങളുടെ ഇത് തുടങ്ങുന്ന ആ കോഴ്സ് തുടങ്ങുന്ന സമയം മുതൽ തന്നെ എല്ലാ ദിവസവും രാത്രി ഏറ്റവും അവസാനത്തെ സെഷൻ എന്ന് പറയുന്നത് രാമകൃഷ്ണ വചനാമൃതം ഞങ്ങൾ വായിക്കണം. അത് ഓരോരുത്തരും അത് വായിക്കണം, പ്രസൻറ്റ് ചെയ്യണം. അത് വായിക്കും, മറ്റുള്ളവർ കേട്ട് ഒരു ഇങ്ങനെ മാറി റിലേ ആയിട്ട് ഇങ്ങനെ വരുന്നത്, ചെയിനായിട്ട് വരും. അപ്പോൾ ഒരു ഭാഗത്തെത്തുമ്പോൾ സ്വാമിജി ആയിരിക്കും അത് വായിക്കുക, അല്ലെങ്കിൽ അതൊക്കെ സ്വാമിജിയുടെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം, ഇപ്പോൾ തിങ്കളാഴ്ച ഇന്നാളാണെങ്കിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം ഇത് എത്ര വായിക്കണം എന്നുള്ളത് അത് സ്വാമിജിയാണ് ശരി മതി എന്ന് പറയുക. അപ്പം എപ്പോഴാണിത് വായിക്കാൻ തുടങ്ങുന്നത്, കാരണം ഭജൻസൊക്കെ അതിന് മുമ്പായിട്ടുണ്ടാവും. അപ്പം എപ്പോൾ ഇത് തുടങ്ങും എപ്പോൾ നിൽക്കും എന്നുള്ളതിൻ്റെ സ്വിച്ച് സ്വാമിജിയുടെ കയ്യിലാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതൊന്ന് ചില സമയങ്ങളിലൊക്കെ രാമകൃഷ്ണദേവൻ്റെ കീർത്തനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ കീർത്തനങ്ങളും പറയേണ്ടി വരും. അതുപോലെ തന്നെ ചില കടിച്ചാൽ പൊട്ടാത്ത ചില ശ്ലോകങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാലമായതുകൊണ്ട് നമുക്കൊരു ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, എങ്കിലും ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ അവിടെ വരുമ്പോൾ അമ്പലത്തിൽ തൊഴാനും പൂജയ്ക്കും ഒക്കെ വരുമ്പോൾ അവർ ഇത് കേൾക്കാനുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ഇന്ന് ഞാനാണല്ലോ വായിക്കേണ്ടത്, അപ്പോൾ ഇന്നലെ വായിച്ച് നിർത്തിയത് എവിടെയാണ്, അവിടെ നിന്ന് എത്ര വരെ ഉണ്ടാവും എന്നുള്ളതിന്
അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് നമുക്ക് ഓരോ ദിവസവും. അപ്പം ചിലപ്പോൾ ചിലരോട് ഉള്ളതിന് ചിലപ്പോൾ സ്വാമിജി വായിക്കാൻ പറയും, അങ്ങനെയൊക്കെ ഇതുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഈ രാമകൃഷ്ണ വചനാമൃതം ഞങ്ങളുടെ ആശ്രമ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു വഴികാട്ടി കൂടിയായിരുന്നു. അന്ന് രാമകൃഷ്ണദേവന് ചുറ്റും കൂടി നിൽക്കുന്ന ഇവരുടെ ജീവിതം ഞങ്ങൾ അത് വിഷ്വൽ ചെയ്തിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് അത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വീടുകളിൽ നമുക്ക് തോന്നുന്നു ഈ രാമകൃഷ്ണ വചനാമൃതം ഒരാൾ ഇന്ന ആൾ വായിക്കുന്നു, അച്ഛൻ വായിക്കുന്നു, നാളെ അത് അമ്മ വായിക്കുന്നു, മറ്റന്നാൾ കുട്ടികൾ ആരൊക്കെയുണ്ടോ അവരെല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ് ഇതിനു വേണ്ടി എല്ലാ ദിവസവും അവസാനം രാത്രി ഒരു സമയം ഇതിന് കണ്ടെത്തി ഊണ് കഴിഞ്ഞിട്ടൊക്കെ, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇതൊരു ഒരു വല്ലാത്തൊരു അനുഭവമായിരിക്കും നമുക്ക്. അതുകൊണ്ട് ഇന്ന് നല്ല ദിവസമാണ്. ഇന്ന് വിവേകാനന്ദ സ്വാമികളുടെ മഹാസമാധി ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നു മുതൽ തന്നെ വേണമെങ്കിൽ തുടങ്ങാം. മുഴുവൻ ഗുരുപരമ്പരയുടെ അനുഗ്രഹം നമുക്ക് ശ്രദ്ധാരൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ആനന്ദപൂർണ്ണമാക്കുന്നതിൽ അതാണ് നമ്മുടെ അനുഗ്രഹമായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.